ഇന്ന് പുലർച്ചെ 3:30 കൂടിയാണ് മുണ്ടൂർ ഞാറക്കോട് വെച്ച് അതിദാരുണമായ സംഭവം നടന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കുമാരൻ്റെ വീട്ടിലാണ്. അദ്ദേഹം പുലർച്ചെ ഏതാണ്ട് 3:30 കൂടി വീടിന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ഈ സമയത്താണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഇതിലെ അദ്ദേഹം നടന്നു വന്ന നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അദ്ദേഹം പുറത്തേക്ക് ഈ വഴിയിൽ പോയതായിരുന്നു. ഈ സമയത്താണ് ഇവിടെ ഉണ്ടായിരുന്ന കാട്ടാന അദ്ദേഹത്തെ ആക്രമിച്ചത്. അതിൽ അദ്ദേഹത്തിന് സ്ഥലത്ത് വെച്ച് തന്നെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഏതാണ്ട് 1 മണിക്കൂറിലധികം സമയം കാട്ടാനായി സ്ഥലത്ത് തന്നെ തുടരുകയും ചെയ്യുകയായിരുന്നു. അത് വലിയ ഭീതിയാണ് നാട്ടുകാർക്കിടയിൽ ഉണ്ടാക്കിയത്. ഏതാണ്ട് ഈ ഭാഗത്ത് വെച്ചാണ് ഈ കാട്ടാനയുടെ ആക്രമണം കുമാരനുണ്ടായത്. പിന്നീട് ഇവിടേക്ക് നാട്ടുകാരൊക്കെ ഓടിയെത്തുകയായിരുന്നു. വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിലുണ്ടായത്. അതിൽ പ്രധാനപ്പെട്ട കാരണം മാസങ്ങൾക്ക് മുൻപ് ഏപ്രിലിൽ ഇതിന് സമീപത്തുള്ള പ്രദേശമായ കയറാങ്കോട് അവിടെ കാട്ടാന ഒരു അമ്മയെയും മകനെയും ആക്രമിച്ചിരുന്നു. അതിൽ മകന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അന്ന് നാട്ടുകാർ നിരന്തരം ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ, ഇവിടെ ആവശ്യമായ കാര്യങ്ങളൊക്കെ തന്നെയും അധികൃതർക്ക് മുന്നിൽ ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ ഇതിലൊന്നും തന്നെ ഒരു പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതാണ് വീണ്ടും ഇങ്ങനെ ഒരു കാട്ടാന ആക്രമണം ഇവിടെ ആവർത്തിക്കാൻ കാരണമായതെന്നും നാട്ടുകാർ പറയുന്നു. ഇതിൽ കലക്ടർ ഉൾപ്പെടെ എത്തി കൃത്യമായി ഒരു ഉറപ്പ് തരാതെ മൃതദേഹം ഇവിടെ നിന്നും മാറ്റാൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാടും നാട്ടുകാർ സ്വീകരിച്ചു. പിന്നീട് ഇവിടേക്ക് ജനപ്രതിനിധികളും കലക്ടറും ഉൾപ്പെടെ എത്തുകയും നാട്ടുകാരുടെ ആവശ്യങ്ങൾ കേൾക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം ഇവിടെ നിന്നും മാറ്റാൻ നാട്ടുകാർ അനുവദിച്ചത്. ഇതിൽ ഇപ്പോൾ പറയുന്നതനുസരിച്ച് ചില നിർദ്ദേശങ്ങൾ ഇവിടെയും അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്നുള്ളതാണ്. അതിൽ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ നൽകും. അതോടൊപ്പം തന്നെ കുമാരൻ്റെ മകന് താൽക്കാലികമായ ഒരു ജോലി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം വന്യമൃഗശല്യം തടയുന്നതിന് വേണ്ടിയുള്ള പരിഹാര മാർഗങ്ങളും ഉടൻ തന്നെ ഇവിടെ സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ റെയിൽ ഫെൻസിങ് കൊണ്ടുവരുമെന്നുള്ളതാണ്. അതിനു വേണ്ടിയുള്ള നടപടികൾ പെട്ടെന്ന് തന്നെ ആരംഭിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം അലനെ ആക്രമിച്ച കാട്ടാന തന്നെയാണോ കുമാരനെ ആക്രമിച്ചത് എന്നുള്ളത് പരിശോധിക്കും. കാട്ടാനായി പരിസര പ്രദേശങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ കാട്ടാനയെ ഉൾവനത്തിലേക്ക് തുരത്തുന്നതിനും നിരീക്ഷണം ശക്തമാക്കുന്നതിനും ധോണിയിൽ നിന്നും ഒരു കുങ്കിയാനയെ ഇവിടെ എത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഇവിടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ അടിക്കാട് നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ കാട്ടാന ആ ഭാഗങ്ങളിലൊക്കെ നിന്നാൽ പെട്ടെന്ന് ആളുകൾക്ക് ശ്രദ്ധ കിട്ടില്ല എന്നുള്ളതാണ്. ആനയുടെ ആക്രമണം പെട്ടെന്ന് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആ അടിക്കാട് പൂർണ്ണമായും വെട്ടാൻ ഉള്ള ഒരു നടപടി സ്വീകരിക്കും. ഒപ്പം ഈ ഭാഗങ്ങളിലൊക്കെ റോഡുകൾ വെളിച്ചം കുറവാണ്. അപ്പോൾ അതും കൂടെ പരിഹരിക്കാനുള്ളൊരു തീരുമാനം സ്വീകരിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം തന്നെയും അടിയന്തരമായ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ളത് കലക്ടർ ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവിടെ നിന്നും മൃതദേഹം നീക്കാൻ നാട്ടുകാർ അനുമതി നൽകിയത്. ഏതായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കുമാരൻ്റെ മൃതദേഹം കൊണ്ടുപോയിട്ടുണ്ട്. ഇനി മൃതദേഹം പോസ്റ്റ്മോർട്ടം ശേഷം സംസ്കാര ചടങ്ങുകളൊക്കെ തീരുമാനിക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ ശിശു ചിറ്റൂറിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, പാലക്കാട്.